Sir, architecture എന്നുള്ള ഈ ഒരു ഫീൽഡിൽ സർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് 35 years. More than. 85 എൻഡിൽ 86 ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ സർ. ഗ്ലോബലി ആൻഡ് ലോക്കലി നമ്മൾ പറയുകയാണെങ്കിൽ സർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് സാറിന് എന്താണ് സാറിന് ആർക്കിടെക്ചർ? ഇഫ് സമൺ ആസ്ക് വാട്ട് ആർക്കിടെക്ചർ മീൻസ് ടു യു? ആർക്കിടെക്ചർ ഈസ് എ വെരി പേഴ്സണൽ ഒരു ജേണിയാണ്. ആർക്കിടെക്ചർ എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മൾ ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ ആർക്കിടെക്ചർ ഒരു ബിൽഡിങ്ങിനെ പറ്റിയിട്ടോ അതിൻ്റെ ഒരു എൻവയൺമെൻറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുക. പക്ഷേ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സംതിങ് ബിയോണ്ട് ഓൾ ദിസ്. ഒരു നോൺ ടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു സാധനം. അത് ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്തെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു സാധനം നടക്കുള്ളൂ. അതിൻ്റെ മുന്നേ ഉള്ളത് ബിൽറ്റ് എൻവയൺമെൻറ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആർക്കിടെക്ചർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലി നോട്ട്. ഒരു വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻഷ്യലായിട്ട് ഒരു സ്പേസിലൂടെ മൂവ് ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ഒരു പേഴ്സണൽ ജേണിയുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു സെറ്റ് ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ആർക്കിടെക്ചർ എന്ന് പറയുള്ളൂ. അപ്പം അത് ഉണ്ടാവുന്ന സമയത്ത് ദേ ഈസ് ആർക്കിടെക്ചർ ഫോർ ഹിം. സ്പേസ് ബിക്കംസ് സംതിങ് മോർ ദൻ വാട്ട് ഇറ്റ് ഈസ്. അതർവൈസ് ഇറ്റ് ജസ്റ്റ് എ ബിൽഡിങ്. അപ്പം ഒരു ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അതിൻ്റെ ഡിസൈനറെ പ്രോബ്ലി ആർക്കിടെക്റ്റ് എന്ന് കാണാം, അല്ലാതെ മേ ബി ഡിസൈനറിന് പറയാൻ പറ്റുള്ളൂ. ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആക്ച്വലി അതിനൊരു മീനിങ് കണ്ടെത്താൻ വലിയ പ്രശ്നമാണ്. അത് ആർക്കിടെക്ചറിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നെ ഇതുവരെയായിട്ട് ഒരു കൃത്യമായിട്ട് ഒരു നിർവചനം ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്രയും ഒരു ലൈഫ് പീരീഡിൽ ഇപ്പോൾ ഇത്രയും ഇയേഴ്സ് ആയിട്ട് സാർ ഈ ഒരു ഫീൽഡിലുണ്ട്. സോ സാറിന് ഏതെങ്കിലും ഒരു ഇൻസിഡൻസ് ആലോചിക്കുന്ന ടൈമിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ഏതെങ്കിലും ഒരു ഇൻസിഡൻസ് നമുക്കൊരു ചിരിക്കാൻ തോന്നുന്ന ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? നമ്മൾക്ക് ഒരു വൗനസ് എന്ന് പറയുന്നത് ഏതൊരു ഡിസൈനും ചെയ്തിട്ട് നമ്മളെ ദാറ്റ്സ് ഇറ്റ് എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അവിടെയാണ് നമ്മുടെ വൗനസ് ഫാക്ടർ കിടക്കുന്നത്. ഒരു നമ്മൾ ഡിസൈൻ ദിസ് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുന്ന ആ പോയിന്റിൽ അതോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ ആ വൗനസ് ഒരു തേർഡ് പാർട്ടിയിലേക്ക് ഉണ്ടാവുന്ന ഒരു ട്രാൻസിഷൻ സാധനമാണ് നമ്മുടെ ജോലി. മറ്റേതൊരു യുറേക്ക മൂവ്മെൻ്റ് ആണ്. ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് അഗെയിൻ ഒരു വേർബൽ ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാധനമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവും അത്. പക്ഷേ പിന്നെ നമ്മളത് ഉണ്ടാക്കി അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഈ വൗനസിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട്. അല്ല, ക്ലയൻറ്റ് റിലേറ്റ് ചെയ്യുന്ന അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ക്യാമ്പസുകളിലൂടെ പഠിക്കുന്ന ഒരു കാര്യവും ബേസിക്കലി നമ്മളെ ഡിസൈൻ ഐഡിയാസ് നമ്മൾ ടൂൾസാണ് നമ്മൾ മുഴുവൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടിക്ക് അത് ഡിസൈന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം നമ്മളെ ഒരു സ്കൂളിൽ മുഴുവൻ പഠിച്ച ഒരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഡ്രോയിങ്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് അവരതേപോലെ റീഡ് ചെയ്യുന്നു. പക്ഷേ അയാൾ ആ ഡ്രോയിങ്ങിനെ നോക്കുന്നത് അയാളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പം എത്ര ഡീറ്റെയിൽ ആയി വരച്ചു കഴിഞ്ഞാലും അയാളുടെ പെർസെപ്ഷൻ്റെ അകത്ത് അതിന് വേറൊരു വിധത്തിൽ ആയിരിക്കും അതിനെ കാണാം എന്നുള്ളത്. അപ്പം ഒരുപാട് അങ്ങനത്തെ തമാശകളുണ്ടാവും. നമ്മൾ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഷോക്കാവുന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വരച്ച ഡോറ്. ഇപ്പോൾ ഡോറ് നമ്മൾ പ്ലാന് വരയ്ക്കും, എലിവേഷൻ വരയ്ക്കും, ഹൊറിസോണ്ടൽ സെക്ഷൻ, ക്രോസ് സെക്ഷനൊക്കെ വരയ്ക്കും. അപ്പം ആ ഒരു സിറ്റുവേഷൻ കാർപ്പൻറ്റർക്ക് കൊടുത്തു. ദൂരത്തുള്ളൊരു പ്രോജക്റ്റായിരുന്നു. അയാളത് ദൂരത്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഞാനവിടെ പോയ സമയത്ത് ഇയാൾ സെക്ഷൻ വരച്ചിട്ട് നമ്മൾ ഡോറിൻ്റെ സെക്ഷൻ കാണിച്ച സാധനം അയാളതൊരു കാർവിംഗ് ആയിട്ട് ഡോറുമേ ചെയ്തു വെച്ചിട്ട്. അപ്പം പക്ഷേ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു സീ. ഇറ്റ് വാസ് എ ന്യൂ ഡിസൈൻ.
ക്ലയൻറ്റിനും അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മളെ ഡ്രോയിങ്ങിൻ്റെ അന്ന് ഇൻ്റർപ്രിട്ടേഷനിലുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിലുണ്ടായ ഒരു സാധനം. അതേപോലെ നമ്മൾ ഈ വലിയ ഡോറുകളുടെ സ്വിങ് ഉണ്ട്, ബേസിക്കലി പിവറ്റഡ് ഡോർസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സൈഡിൽ ഹിഞ്ചസ് അല്ല, മുകളിലും താഴെയും പിവറ്റ് ചെയ്തിട്ട് എക്സെൻട്രിക് ഹിഞ്ചസ് വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ വരയ്ക്കുന്ന ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ആർക്ക് ഇങ്ങോട്ടും, അതേ സമയത്ത് ഈ ഭാഗത്തുള്ള പീസിൻ്റെ ആർക്ക് ഇങ്ങോട്ടും വരയ്ക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാനിൽ കാണിക്കുക. കാർപ്പൻ്റർ എല്ലാം മനസ്സിലായി പോയി. അവസാനം ഞാൻ അവിടെ പോയ നോക്കുന്ന സമയത്ത് ഈ ആർക്കിന് അയാൾ ഒരു വലിയൊരു മരത്തടി കട്ട് ചെയ്ത് അങ്ങ് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഹിഞ്ച് വെച്ചിട്ട് മറ്റേത് ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ ഒരു വലിയൊരു ഡോറ്, ആ ഡോറിൻ്റെ അകത്ത് വലിയൊരു മരത്തിൻ്റെ ഒരു ആ സ്വീപ്പുള്ളൊരു പീസ് ഇതേപോലത്തെ വലിയൊരു തടി കട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള പീസ് വെച്ചുണ്ടാക്കി വെച്ചിന്. എഗെയിൻ നമ്മൾ മണ്ടത്തരമാണെന്നൊക്കെ പറയണമെങ്കിലും കൂടി ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. വലിയൊരു പോർട്ടലിൻ്റെ അകത്ത് വലിയൊരു തടി വെച്ചിട്ട് അപ്പം എല്ലാവരും വിചാരിച്ചത് നമ്മളായിട്ട് കണ്ടുപിടിച്ച ഒരു ഡീറ്റെയിൽ ആണെന്ന്. അത് അപ്പം അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും വിത്ത് ചേഞ്ചസ് ഇൻ്റർപ്രിട്ടേഷനെ കൊണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ പഠിച്ച ടൂൾസ് അല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഓരോ കാലഘട്ടത്തിൻ്റെ അകത്തും ബാക്ക്ഗ്രൗണ്ടും അനുസരിച്ചിട്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അഡാപ്റ്റീവ് ആവാൻ പഠിക്കണം. അത് നമ്മുടെ ഹോംവർക്കാണ്. അത് അവിടുത്തെ വർക്കേഴ്സിനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം അങ്ങനെ കുറേ തമാശകൾ നമ്മൾ ഇതിനകത്ത് ഉണ്ടാവും. അത് നമ്മളൊരു പെർഫെക്ഷനെ എയിം ചെയ്തിട്ട് അല്ല ആർക്കിടെക്ചറിനെ കാണേണ്ടതെന്ന് നമ്മൾ അതിന് മനസ്സിലാക്കുക. നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനത്തിൻ്റെ അകത്തുനിന്ന് ഏത് ഡിഗ്രി ഓഫ് സിറ്റുവേഷനും എത്താം. നെവർ 100%. അതിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുടെ കയ്യൊപ്പുകൾ പലതും അതിൽ വരാം. അപ്പോൾ നമ്മൾ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ കയ്യൊപ്പുകളാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തത്. അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ അതാണ്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സ്ലാബ് ചെയ്ത് വെച്ചതും ഇതിൻ്റെ റോനസ് വെച്ചതും ഇതൊക്കെ എനിക്ക് ഇതേപോലെ പ്ലാസ്റ്റർ ചെയ്ത് പെയിൻറ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് യു സീ മോർ ഓഫ് ലൈഫ്, അവരുടെ ഒരു സാധനം. അപ്പം അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്നെക്കാട്ടിയും കൂടുതൽ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർ ചെയ്ത സാധനത്തിനെ കാണുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാനിവിടെ അങ്ങനെ കുറേ മാർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇലക്ട്രീഷ്യൻ്റെ ആയാലും പ്ലംബിങ്ങിൻ്റെ ആയാലും അവരുടെ വർക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം വയ്ക്കുക. അത് അവരുടെ മെമ്മറിയാണ്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളൊരു ഹോംവർക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. സർ, ആർക്കിടെക്ചർ ആസ് എ പ്രൊഫഷൻ ഇവോൾവ് ചെയ്തത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സർ. സോ ഫ്രം ട്രേസിങ് ഷീറ്റ്സ് ടു AI ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ചേഞ്ചസ് ഉള്ള ടൈമിൽ തന്നെ സർ അത് സാറിൻ്റെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള, പെട്ടെന്ന് അഡാപ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കണം തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഫണ്ടമെൻ്റലി മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിക്കുന്നത് ഒരു തോട്ട് പ്രോസസ്സാണ്. എങ്ങനെയാണ് ഒരു കൺജീനിയൽ സ്പേസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത് റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട്. മറ്റ് സാധനങ്ങൾ മുഴുവനും ടൂൾസാണ്. അപ്പം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനുണ്ടാവുന്ന ഒരു തോട്ട് പ്രോസസ്സും അതിൻ്റെ റിസൾട്ടും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾസ് മുഴുവൻ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആ ടൂൾസ് അല്ലെങ്കിൽ ആ മീഡിയ വെച്ചിട്ട് ഡിസൈനിലേക്ക് പോയാൽ ആ ചെയ്യുന്ന ആളുകൾക്ക് ആ സ്പേസിൻ്റെ ടോട്ടാലിറ്റിയുടെ എസൻസ് മിസ്സാവും. പിന്നെ അവരുണ്ടാക്കുന്നത് മുഴുവനും സർഫസസ് ആണ്. നമ്മൾ ഓരോ ടോട്ടൽ സ്പേസിനെ വിഷ്വലൈസ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഫോട്ടോഗ്രാഫിയിലേക്ക് ആർക്കിടെക്ചറിനെ കൊണ്ടുപോകും. പിന്നെ മുഴുവനും മാഗസീൻ ലെവലിലുള്ള ഈ വാളിന് വേറെ ഫോട്ടോ എടുക്കുക, ആ വാളിന് ഫോട്ടോ എടുക്കുക. അതിൻ്റെ ടോട്ടൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ആണ് നമ്മൾ പഠിക്കുന്നത്. ആ ടോട്ടൽ എക്സ്പീരിയൻസ് ഇത് മാറുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ജനറേഷനോടൊക്കെ പറയണത് മെഡിറ്റേറ്റീവായിട്ട് ആ ടോട്ടൽ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതും അത് ട്രാൻസ്ഫർ ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഈ ടൂൾസൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ മറ്റേത് സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് കം ഫ്രം യുവർ ഹാർട്ട്. മനസ്സിലായില്ലേ? നമ്മളെ അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് ബ്രെയിൻ എന്ന് വരണം. നോട്ട് ഈവൻ ലോജിക്കൽ ബ്രെയിൻ എന്നല്ല, ഇൻറ്റ്യൂട്ടീവായിട്ട് ഇറ്റ് ഷുഡ് ഹാപ്പൻ. അല്ലെങ്കിൽ അതൊരു വളരെ ലോജിക്കൽ സ്ട്രക്ചറൽ സിസ്റ്റമായിട്ടേ വരിക. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു കൊഹേസീവ് ഹ്യൂമൻ ബീയിങ്ങിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അവർക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു സ്പേസ്, അല്ലാതെ ഒരു മൈൻഡ് ഗെയിമിനല്ല.
മനസ്സിലായില്ലേ? ഓക്കെ സർ. അപ്പം നമ്മൾ എല്ലാം കോൺഫ്ലുവൻസ് കൊണ്ടുവരിക വേണ്ടത്, അല്ലാതെ പീസായിട്ട് എടുത്ത് കാണേണ്ട സാധനമല്ല. ഇപ്പം ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഫ്രം എ പ്രോസസ് ഇറ്റ്സ് ഗോൺ ടു എ പ്രോഡക്റ്റ്. അപ്പം ഇന്ന് ആളുകൾക്ക് മുഴുവനും ഒരു ക്ലയൻറ്റും പ്രോബബ്ലി അങ്ങനെയായിരിക്കും, ഒരു സാധനം കാണിച്ചിട്ട് എനിക്ക് ഇങ്ങനെ വേണം. അപ്പോൾ അയാളത് റിലേറ്റ് ചെയ്യുന്നത് ഒരു പെരിഫറൽ സാധനമാണ്. പക്ഷേ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അയാളുടെ ഡീപ്പായിട്ടുള്ള അയാളുടെ ബീയിങ് എന്ന് പറയും, അയാളുടെ സോഴ്സ് എനർജി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസുകൾ ഉണ്ടാക്കിയാലേ അയാളുടെ കംഫർട്ട് സോണിൽ എത്തുള്ളൂ. അപ്പോൾ ആ കംഫർട്ട് സോണിലേക്കാണ് നമ്മുടെ ജേണി. അല്ലാതെ നമ്മളിങ്ങനെ ഒരു ഡ്രസ്സ് പോലെ, ഡ്രസ് യു ചൂസ്, ദാറ്റ് ഈസ് ഓൺലി ഫോർ എ ഡേ, മേ ബി ഫോർ എൻ ഇവൻറ്റ് ഓർ ഫോർ എൻ ഒക്കേഷൻ. മറ്റേത് അതല്ല, അത് നമ്മുടെ ലൈഫിൻ്റെ എല്ലാ മൂഡ്സിനും വരേണ്ട സ്പേസുകളായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ മുഴുവനും നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് നമ്മളെ ടോട്ടൽ ലേണിങ്. മറ്റേത് മുഴുവനും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ടൂൾസുമാണ്. അപ്പം ആ ടൂൾസ് ക്യാൻ ചേഞ്ച്. ഇപ്പം ജനറേറ്റീവ് AI എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇൻപുട്സ് കൊടുത്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് AI is trying to be more human and human is trying to be more machine like. അപ്പോൾ ഇതാണ്, അപ്പോഴും അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല. അപ്പം അറ്റ്ലീസ്റ്റ് someone should pause. The machine can pause probably, or machine can be human and human can be human. പക്ഷേ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരും അങ്ങോട്ട് ക്രോസ് ചെയ്താൽ പിന്നെയും അത് യു ആർ മോർ മെഷീൻ ആൻഡ് ദിസ് ഇസ് മോർ ഹ്യൂമൻ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരാം. ജനറേറ്റീവ് AIയുടെ ഒരു ലെവലിൽ ഞാൻ അതാണ് ഇപ്പോൾ കാണുന്നത്. ഇറ്റ് വിൽ ടേക്ക് മോസ്റ്റ് ഓഫ് യുവർ വർക്ക് ആൻഡ് യു വിൽ ബി കൈൻഡ് ഓഫ് ഡിപ്പെൻഡൻ്റ് ഓൺ ഇറ്റ്. സോ നമ്മുടെ ആ ഒരു കോഗ്നേറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോൺ ഫോർ എവർ. അപ്പോൾ അതുണ്ടാവാതെ നോക്കുക. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ആർക്കിടെക്ചർ സിനാരിയോ നോക്കുകയാണെങ്കിൽ, ലൈക്ക് ഒരു പ്രൊഫഷൻ ആസ് എ ആർക്കിടെക്റ്റ് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ്? ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഗ്ലോബലി ഉള്ളൊരു സിനാരിയോ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ആസ്പെക്ട്സിലാണ് നമുക്കൊരു ചേഞ്ച് വരുത്തേണ്ടത്? ലൈക്ക് നമ്മളിവിടെ ഇന്ത്യയിലും ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് ഇനി? ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്ലേസ് സ്പെസിഫിക്, പീപ്പിൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഉണ്ടാകുന്ന സമയത്തേ ഉള്ളൂ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി വരുള്ളൂ. നമ്മളുടെ കൾച്ചറൽ റപ്ചർനെസ് എന്ന് പറയും, നമ്മൾ കൊളോണിയൽ ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഈ മൾട്ടി ഡെക്സ്ട്രസ്, മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഗെയിമിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി വി ആർ ബ്രോക്കൺ. എന്നിട്ട് നമ്മളെ അവരുടെ ഒരു ടൂളായിട്ട് മാത്രം ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോയി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിലും കൂടി അക്കാഡമിക് ലെവലിൽ നമ്മുടെ ഓൺ ബാക്ക്ഗ്രൗണ്ടും ഓൺ മെമ്മറിയിലേക്കും ഉള്ള ഒരു തിരിച്ച് യാത്ര നടന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇപ്പം ഇന്ത്യയിൽ മുഴുവനും നടക്കുന്നത് ഒന്നിക്കൽ കുറേ ഗ്ലോബൽ ഏപ്പിംഗ്, പക്ഷെ അതിനൊരു ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ടാവില്ല. അത് എല്ലാ കോൺറ്റംപററി സിറ്റീസ് നോക്കുകയാണെങ്കിലും എവറി സിറ്റി ലുക്സ് ദ സെയിം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഒരു ക്യാരക്ടറും അതിലില്ലാതെ ഗ്ലോബലായിട്ടുള്ള എന്താ പറയണേ, വെറും ഫിസിക്കൽ അല്ലെങ്കിൽ സ്കിൻ ഡീപ്പ് എക്കോണമി, ഫേസ്ലെസ് എക്കോണമി എന്ന് പറയും നമ്മൾ. എന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് ഉണ്ടാക്കും, അതെല്ലായിടത്തും മാർക്കറ്റ് ചെയ്യും. അതിൻ്റെ ഒരു വക്താവായിട്ട് ആർക്കിടെക്റ്റിനെ ചുരുക്കുകയാണ്. അപ്പം ആർക്കിടെക്റ്റിൻ്റെ റോൾ അതല്ല ആക്ച്വലി. എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്യാം, പക്ഷേ ദേ ഷുഡ് ബി മോർ ഡീപ്പർ മീനിങ് ടു ഇറ്റ്. ആ സെൻസ് ഓഫ് പ്ലേസ്, സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാവണം. എന്നാലേ സിവിലൈസേഷന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു എന്താ പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ലിംബോ എന്ന് പറയും. നമ്മൾ ആ പഠിച്ചത് ചെയ്തത് മുഴുവനും ഒരു കൊളോണിയൽ ഫ്രാക്ചർഡ് ആസ്പെക്റ്റിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും വലിയ ഡെവലപ്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ക്യാരക്ടർ മുഴുവൻ പോയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അപ്പം ബാംഗ്ലൂരിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അത് ഈ മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻ വന്നതോടുകൂടി ദാറ്റ് ഇസ് വൈപ്ഡ് ഔട്ട്. ഇപ്പം ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഒരു സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിലേക്ക് വൈ ഷുഡ് യു ഹാവ് എ സിലിക്കൺ വാലി ഇൻ ഇന്ത്യ? സിലിക്കൺ വാലി ഈസ് ഇൻ US.
ഇവിടെ യു നീഡ് എൻ ഇന്ത്യൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇറ്റ്. പക്ഷേ അത് വി ലോസ് ദറ്റ് ബസ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുക, പക്ഷേ ഫൈനലി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹോൾഡ് ദ സെൻസ് ഓഫ് പ്ലേസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സാറിൻ്റെ എപ്പോഴെങ്കിലും സാറിൻ്റെ ലൈഫിൽ മീൻസ് സാറിൻ്റെ ഒരു ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ സാർ വരച്ചിട്ടുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് മീൻസ് ഏതെങ്കിലും എഞ്ചിനീയേഴ്സ് വന്നിട്ട് ഇതിൽ കോംപ്രമൈസ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ സാറിന് അങ്ങനത്തെ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു അങ്ങനെ ഫ്രസ്ട്രേഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സോ ഫൈനലി റിയാലിറ്റി, ആ എഞ്ചിനീയർ എന്താ ചെയ്യണത് അതിന് റിയാലിറ്റി ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ റിയാലിറ്റീനെ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. സോ ദ പോയിന്റ് ഈസ് നമ്മളൊരു സാധനം ഒരു ഐഡിയേഷൻ്റെ ഭാഗമായിട്ട് we all have to chip in. സോ ചിലപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിൽക്കാത്ത സ്വപ്നം നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ വൈ നോട്ട്. അപ്പം ഇറ്റ്സ് അബൌട്ട് ഡയലോഗ്സ് ആൻഡ് മൂവിങ് ഓൺ. നമ്മൾ പറഞ്ഞെടുത്ത് അങ്ങനെ പിടിച്ചു നിൽക്കേണ്ട സാധനമല്ല. ഇറ്റ്സ് എ ഫ്ലോ. ഇവൻച്വലി നമ്മൾ ഉദ്ദേശിച്ച ഫംഗ്ഷനായിരിക്കില്ല ആ ബിൽഡിംഗ് ഉണ്ടാവുക. ബിൽഡിംഗ് ക്യാൻ ഔട്ട്ലാസ്റ്റ് ഓൾ യുവർ ഫംഗ്ഷൻ. സോ ബിൽഡിംഗ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ലൈഫ്, ഇറ്റ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ മെച്യൂരിറ്റി, ഇറ്റ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഫ്ലോ. അപ്പം ഫൈനലി അതിനൊരു ലിവിങ് ഒരു സാധനമായിട്ട് നമ്മൾ പറയില്ല, നമ്മൾ അതിലേക്കൊരു ജീവൻ ഇമ്പാർട്ട് ചെയ്യുന്നത് പോലെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ബിക്കോസ് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഏജിങ് ഉണ്ട്. അപ്പോൾ അത് ഗ്രേസ്ഫുൾ ആയിട്ട് ഏജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അനുവദിക്കുക. അല്ലാതെ ഒരു സ്ട്രിക്റ്റ് ജാക്കറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും അതിനൊരു സാധനവും ഇല്ല. ദാറ്റ് ഇസ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റാണ്. പക്ഷേ ഫിസിക്കൽ ബിൽഡിംഗ് വിൽ ഔട്ട്ലാസ്റ്റ് ഓൾ ദിസ്. അപ്പം അതിലേക്ക് ഇതിനെ അഡോപ്റ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ മേ ബി ദാറ്റ് ഈസ് ഡൂയിങ് ജസ്റ്റിസ് ടു നേച്ചർ, ഹ്യൂമാനിറ്റി എല്ലാം. എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ഒക്കെ റീഇൻറ്റർപ്രിട്ടേഷനിലേക്ക് വരികയാണല്ലോ. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഇഫ് somebody can work upon your system with a different function, and if your building can mold accordingly, that will be fantastic. അപ്പോൾ നമ്മൾ റീസൈക്ലിംഗ് പ്രോഡക്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ ബിൽഡിങ്ങിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്ത ബിൽഡിംഗ് തന്നെ ഇപ്പം ആഫ്റ്റർ പ്രോബ്ലി 30 years ഇറ്റ് ഗോസ് ഇൻ ടു റീഇൻറ്റർപ്രിട്ടേഷൻ. മനസ്സിലായില്ലേ? ഫങ്ഷൻ മാറിയിട്ടുണ്ടാവാം. ഇപ്പം അതിൻ്റെ സ്പീഡ് വളരെ കൂടി. ഒരു 10 വർഷം മുന്നേ നമ്മൾ എൻവിസേജ് ചെയ്ത റിക്വയർമെൻ്റ് അല്ല. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഡിലേഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലയൻസ് വരുന്നത് ആ അന്നത്തെ റിക്വയർമെൻറ്റിൽ നിന്ന് മാറിയിട്ട് മോഡിഫൈഡ് റിക്വയർമെൻറ്റാണ്. അപ്പം വി ഷുഡ് ബി സെൻസിബിൾ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മനസ്സിലായില്ലേ? ആൻഡ് ആ ബിൽഡിങ്ങിനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ഡിസൈന്. സോ ഡിസൈൻ, ഈ ഫ്രെയിം ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു അക്കോമഡേറ്റ് ദ ചേഞ്ച്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ വി ആർ നോട്ട് ഗിവിങ് എ വെരി സ്ട്രിക്റ്റ് സൊല്യൂഷൻ. വി ആർ ടോക്കിംഗ് അബൌട്ട് ഡയറക്ഷൻസ്. So it can take any directions according to the change. പക്ഷേ ഇതൊക്കെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ വേണം ഇതിനെ കാണാൻ. ജസ്റ്റ് നോട്ട് എക്കോണമി എന്നുള്ള പൈസയ്ക്ക് മാത്രമുള്ളതല്ല. ഇറ്റ്സ് സംതിങ് മച്ച് മോർ നോൺ ടാഞ്ചിബിൾ ആയിട്ടുള്ള സാധനമുണ്ട്, ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിലേ സൊസൈറ്റിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. വിശ്വസ്തത, ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അതിനൊന്നും വാല്യൂ ഇടാൻ പറ്റില്ല. നമ്മളിപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജന് എന്ത് വാല്യൂ ഇടുക? പക്ഷേ ഇറ്റ് ഇസ് ഒരു കുപ്പി ഓക്സിജൻ ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് തിങ്സ്. അപ്പം ദേ ആർ ലോട്ട് ഓഫ് നോൺ ടാഞ്ചിബിൾ തിങ്സ് വിച്ച് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. വെറും ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതല്ല. യുനോ ദേ ഈസ് എ ഫംഗ്ഷൻ, ദേ ഈസ് എ സൊല്യൂഷൻ. നോ സർ, പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ആർക്കിടെക്ചർ ഈസ് എ കൊളാബറേഷൻ ആണ്. വാട്ട് ഡസ് ട്രൂ കൊളാബറേഷൻ മീൻസ് ടു യു? കൊളാബറേഷൻ, സി നമ്മൾ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആർക്കിടെക്ചർ നമ്മൾ പറയുന്ന സാധനം, എനിത്തിങ് ടു ബി ബിൽഡ് ദേ ഷുഡ് ബി എ റീസൺ. അപ്പം ഞാൻ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന ഏതെന്ന് പറയുന്നത് ക്ലൈൻറ്റാണ്. വിതൗട്ട് എ ക്ലൈൻറ്റ് നത്തിങ് ഇസ് ദേ. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് ക്ലൈൻറ്റാണ്. ക്ലൈൻറ്റ് ബ്രിങ്സ് ഇൻ എ പേർപ്പസ് ഫോർ us ടു റെസ്പോണ്ട്. ആ ഇൻ്ററാക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തോട്ടിൽ വരുന്ന ആ യുറേക്ക മൂവ്മെൻറ്റും കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ആണ് ഈ പറയുന്ന, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ അകത്താണ് ഈ കൊളാബറേഷൻ മുഴുവൻ വരുന്നത്. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ദേ. നമ്മളതിനെ എൻഡോസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊന്നല്ല. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് 1001 hands വർക്കിംഗ് എന്നുള്ള ലെവലിൽ. ആൻഡ് എവ്രി വൺ ക്യാൻ പുട്ട് ദ ഇൻ്റലിജൻസ്. അബ്സല്യൂട്ട്ലി നോട്ട് എ പ്രോബ്ലം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈന് എനിക്ക് ഏറ്റവും അവസാനം
ഒരു കല്ലെടുത്ത് വെക്കുന്ന ആൾക്കും ആ ഫുൾ പിക്ചർ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയാം. സോ ഈ ഈസ് ഓൾസോ ഹാവിങ് ദറ്റ് ബിഗ് പിക്ചർ. അല്ലാതെ അയാളെ ഒരു കല്ലെടുത്ത് വെക്കുക എന്നുള്ളതല്ല, ഈസ് വർക്കിംഗ് ടുവേർഡ്സ് സംതിങ് ദാറ്റ് വിൽ എനർജൈസ് ഹിം. അത് നമ്മൾ കാണാത്തൊരു സാധനമാണ്. നമ്മൾ ഒരു സാധനം ചെയ്യുമ്പം വിത്ത് അറ്റ്മോസ്റ്റ് പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് നമ്മളിലുള്ള ടോട്ടൽ ഫോക്കൽ സ്ട്രെങ്ത് അതിലേക്ക് വരികയാണ്. ദാറ്റ്സ് ലോട്ട് ഓഫ് എനർജി ഇൻ ടു ഇറ്റ്. ഡിസ്ട്രാക്ഷനും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇറ്റ്സ് നോട്ട് ഫോർ പെർഫെക്ഷൻ, ഇറ്റ് ഈസ് ഫോർ ഹിസ് ടോട്ടൽ എൻജോയ്മെൻറ്റ്, ഹിസ് ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ്, ആൻഡ് ദാറ്റ് വിൽ മേക്ക് ദ പ്ലേസ് പോസിറ്റീവ്. അതാണ് നമ്മൾ കാണുന്നത്. സോ യു ഫീൽ ഹാപ്പി. അതിൻ്റെ റീസൺ അനലൈസ് ചെയ്ത് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. വെൻ യു എൻറ്റർ ഇൻ ടു എ പ്ലേസ് ആൻഡ് ഇഫ് യു ഫീൽ ഹാപ്പി, you can just be thankful to the entire system, not just to the architect, to the entire system which made it happen. മനസ്സിലാവുണ്ടല്ലോ. അപ്പം അതാണ് അതിൻ്റെ സിറ്റുവേഷൻ. നമ്മളിതിനെ ആർക്കിടെക്റ്റിനെ സെൻട്രൽ പ്ലേസ് ചെയ്യരുതെന്ന് ഞാൻ പറയണത്. ആർക്കിടെക്റ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്ടറാണ്. ഓൾ ആർ പീപ്പിൾ എക്സ്പേർട്സ് ആൻഡ് ദേ നോ ദ സബ്ജക്ട് സോ വെൽ. ദേ റെസ്പോണ്ട് ടു ഇസ് ആക്ഷൻ. അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ടോട്ടൽ ടീമാണ്. വി ആർ ഗിവിങ് എ സെൻസ് ഓഫ് ഡയറക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എവ്രി വൺ ഇസ് ചിപ്പിങ് ഇൻ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അത് ചെയ്യണം. Sure. How do you see technology, especially BIM, changing the role of architects in next decade? ഇപ്പം ഈ AI സിറ്റുവേഷൻ വരുന്നതിൻ്റെ അടുത്ത് ബൈ 2029 they say 90% or more of the existing job will disappear. അത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് ഈ സാധനം കയറുന്നത്. സോ വി ആർ ഇൻ എ സിറ്റുവേഷൻ വേ വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ടുമോറോ. ഇന്നലെ ടെസ്ല ഫോൺ കൊണ്ടുവന്നുണ്ടോ? യു സീൻ ദാറ്റ് ന്യൂ ഫോൺ? That doesn't need wireless, that doesn't need battery charging. There is no ഇത് ഒന്നുമില്ല. ഇറ്റ്സ് ഓൾവേസ് ലിങ്ക്ഡ്. സ്റ്റാർലിങ്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം. സോളാറിൽ ചാർജ് ചെയ്യും. സോ ഇതുവരെയുള്ള കോൺസെപ്റ്റ് ഓഫ് ഫോൺ ഹസ് ബീൻ ചേഞ്ച്ഡ് ലാസ്റ്റ് വീക്ക് ഓൺവേർഡ്സ്. മനസ്സിലായില്ലേ? അപ്പം ടെക്നോളജിയുടെ ജമ്പ് അതാണ്. റീസെൻ്റ്ലി there was a talk ഇവിടെയുള്ള അതിൻ്റെ ഒരു ഗൂഗിളിൻ്റെ ക്ലൗഡിൻ്റെ ഹെഡ് ഓഫ് ഇന്ത്യ വാസ് ഇൻ കാലിക്കറ്റ്. അപ്പം പുള്ളി പറയണത് AI എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ യുവർ ബെസ്റ്റ് എംപ്ലോയർ ഈസ് ക്ലോൺഡ് സോ ദാറ്റ് the best becomes the worst and the rest is taken over by machine. That is what is now the reality. അപ്പം ഇനി ഇവിടുന്ന് BIM എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ ഒരു സാധനമായിട്ടും ഇനി AI ലെവലിലേക്ക്, ഇപ്പം AI അടുത്ത് പ്രോംപ്റ്റ് അല്ലേ ഇത് മുഴുവനും വരുന്നത്. അപ്പം എവറിത്തിങ് ഈസ് ലൈക്ക് ദാറ്റ്. ഇനി മിസ്റ്റേക്ക് ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ അകത്ത് ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളത് വ്യക്തമാവും. അത് വിൽ ഗോ ഫോർ നിങ്ങൾ എന്ത് അതിനോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും എഴുതും. ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് അത് തരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പോരാ എന്ന് പറയുമ്പോൾ ഈ ഡിഗ്സ് ഇൻ അഗെയിൻ ആൻഡ് ഇറ്റ് അപ്പോളജൈസസ് ഫോർ നോട്ട് ഗിവിങ് യു എ കംപ്ലീറ്റ് ആൻസർ. അപ്പം ദാറ്റ് ഈസ് ദ വേ തിങ്സ് ആർ ഹാപ്പനിങ് ടുഡേ. അപ്പോൾ ഇനിയിപ്പം ഇവർ ട്രഡീഷണൽ എന്ന് പറയുന്നത് ഈ IT ഇപ്പം നടക്കുന്ന സാധനമൊക്കെ ഡിസ്പ്ലേസ് ചെയ്യുമെന്ന് പറയുമ്പോൾ വാട്ട് ആർ വി ടു സേ? I am happy that I am old. കേരളത്തിലെ യങ് ആർക്കിടെക്ട്സിന് ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് BIM-ഉം AI ഒക്കെ ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ മീൻസ് എന്തെങ്കിലും കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടതായിട്ടെന്ന് ആദ്യം ലേൺ ചെയ്യട്ടെ. അൺലേൺ ചെയ്യുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് ലേണിങ് കംപ്ലീറ്റ് അല്ല. നമ്മളിപ്പം വരുന്നൊരു സിറ്റുവേഷൻ സാഡ് ടു സേ നമ്മളെ തന്നെ വിശ്വസിച്ച് തുടങ്ങുന്നില്ല. അതിന് മുന്നേ നമ്മൾ വേറൊരു സാധനം എടുത്ത് കട്ട് ആൻഡ് പേസ്റ്റ് എന്നുള്ളൊരു ലെവലിലേക്കും ഒരു ഷോക്കേസിങ് മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. സോ ആ ഒരു ഗ്രൈൻഡിലൂടെ ആദ്യം പോയിട്ടുണ്ടല്ലോ. യു ഷുഡ് സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. അതിനുള്ള സ്പേസ് ഇല്ലാതെ ആൻഡ് ദെയർ ടു മെനി മെറ്റീരിയൽ കംഫർട്ട് അറൗണ്ട് അതിലേക്ക് ഇൻഡൽജ് ചെയ്യുക. അപ്പം സൊസൈറ്റിയുടെ പ്രഷർ ഇതൊക്കെ വരുമ്പോഴത്തേക്ക്
you are not mature enough to, to seek the journey, to understand what exactly are you and what are you really, what are the things that really makes you happy, makes you sad. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലേക്ക് മുന്നോട്ട് ഇതുണ്ടാവുള്ളൂ. മറ്റേത് somebody will play around with you. മനസ്സിലായില്ലേ? They can fool around with your emotions. മറ്റേത് when you are very clear about it, Okay, sir. you know, when you shop, you know what exactly you are looking for. Yeah, yes, sir. മറ്റേത് അതല്ല, the entire industry is there to make you force to take a decision. മെറ്റീരിയലിസം എന്ന് പറയും. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് മെറ്റീരിയലിസം, പക്ഷേ കോൺഷ്യസ് മെറ്റീരിയലിസത്തിലേക്ക് വരണം. യു നീഡ് ടു ടേക്ക് എ കോൾ വെദർ ഇറ്റ് ഈസ് റിക്വയർഡ് ഓർ നോട്ട്. ആ എംപവർമെൻറ്റ് നടക്കുന്നില്ല. ചേഞ്ച് ഈസ് ഓഫ് കോഴ്സ് ദെയർ. ഐ എം നോട്ട് സിറ്റിംഗ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ലുക്കിംഗ് അറ്റ് യങ്സ്റ്റേഴ്സ് ആൻഡ് സെയിങ് ദാറ്റ് നോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഐ എം നോട്ട് ജഡ്ജ്മെൻ്റൽ അറ്റ് ഓൾ ഇൻ ദാറ്റ്. ബട്ട് വാട്ട് ഐ എം സെയിങ് ഈസ് ഗീവ് ഇൻ യുവർ ഓൺ എൻവയൺമെൻറ്റ്, ഹൗ ഡു യു ഡിസ്കവർ യുവർ സെൽഫ്? That is a homework that is to be done somewhere. Okay, sir. Other, if you can do it earlier, then all your decision making process makes some meaning. അല്ലെങ്കിൽ it becomes a magazine culture. Somebody will be always influencing you. മനസ്സിലായില്ലേ? Start reading only when you understand yourself. Otherwise ആ ഓത്തറുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും നമ്മൾ കുറച്ച് ദിവസം, until you take the next book. There's no point in reading. Okay, sir. When you read, you are adding value to yourself. അപ്പോൾ yourself എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ആദ്യം നമ്മൾ acknowledge ചെയ്യണം. Then only you can start gathering information. Otherwise you are gathering information for no reason. മനസ്സിലായില്ലേ? And that becomes chaotic. And you are just pulled എല്ലാ പ്രഷറിലും. Because your peer is doing that, you have to go and dance. You dance if you require only. മനസ്സിലായില്ലേ? അതിനൊരു ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം കാത്തു നിൽക്കുക. ഇഫ് യു വോണ്ട് ടു ഡാൻസ്, ഡാൻസ് നൗ. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? Okay, sir. അതായിരിക്കണം ജേണി. സോ സെൽഫ് ഡിസ്കവറിക്കുള്ള ഒരു സാധനം നമ്മൾ മിസ് ചെയ്യരുത്. ബട്ട് ദേ ആർ ടു മെനി ഡിസ്ട്രാക്ഷൻ ഔട്ട് ദേ ദാറ്റ് ദേ ഡോണ്ട് വോണ്ട് യു ടു ബി യുവർ സെൽഫ്. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ പ്രശ്നം. സോ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് അതേ പറയാനുള്ളൂ. എവ്രി ജനറേഷൻ ഹാസ് ദിസ് ഇഷ്യൂസ്. ഇപ്പം ഞാൻ കാണുന്നത് ജനറേഷൻ ഗ്യാപ്പ് ഇസ് പ്രോബ്ലി ബിറ്റ്വീൻ 2 years ദ ഈസ് ജനറേഷൻ ഗ്യാപ്പ്. അത്രയും ഇതുണ്ട്. അതാണ് അത്രയും ഇൻഫർമേഷൻ വരുന്നത്. യു ആർ ബൊംബാർഡഡ് വിത്ത് ഇൻഫർമേഷൻ ആൻഡ് യു ഡോണ്ട് ഹാവ് ടൈം ടു പ്രോസസ് ഇറ്റ്. ദാറ്റ് ഈസ് എ സാഡ് പാർട്ട് ഓഫ് ഇറ്റ്. സോ ജസ്റ്റ് ടേക്ക് ഇനഫ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്നത് എടുത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. ആൻഡ് ഐ സീ മീൻസ് ഐ ക്യാൻ ആസ്ക്, ഐ ക്യാൻ ഗെറ്റ് ഹെൽപ്പ് എന്നുള്ളൊരു ലെവലിൽ. ബിക്കോസ് ദേ ആർ പീപ്പിൾ ഹു നോ. വൈ ഷുഡ് യു നോ എവറിത്തിങ്? Okay, sir. എന്നോട് പണ്ടൊരു ഫ്രണ്ട് പറയുന്നത്, വെൻ യു ആർ ബൈയിങ് എ കാർ യു ജസ്റ്റ് ഹാവ് ടു നോ ഡ്രൈവിങ്. അല്ലാതെ ഇഞ്ചിൻ്റെ അകത്ത് കൂടെ പോയ വയറ് അത് ഇത് അതൊന്നും പഠിക്കാൻ ഇറ്റ്സ് നോട്ട് ദാറ്റ്. പക്ഷേ യു നീഡ് ടു നോ വാട്ട് ഈസ് ഡ്രൈവിങ് ആൻഡ് യു ഷുഡ് ഹാവ് ദ കോൺഫിഡൻസ് ടു ഡു ഇറ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തിങ്സ് ആ ഓക്കെ. എല്ലാം അറിയണം എന്നുള്ളത് ആവശ്യമില്ല. പക്ഷേ ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഗെയിം നമുക്കറിയണം, നമ്മൾ ആ ചെയ്യുന്ന സാധനം അത്ര ഉണ്ടായാൽ മതി. So, sir, this is 2025. Sir, ഈ ഒരു ഇയറിലാണ് പാസ് ഔട്ട് ആവുന്നതെന്ന് സർ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ആൻഡ് യു സ്റ്റാർട്ടിങ് യുവർ കരിയർ ടുഡേ, വാട്ട് വുഡ് യു ഡു ഡിഫറെൻ്റ്ലി? അതൊരു ഞാൻ അന്ന് ചെയ്ത സാധനമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഐ ഡിഡ് വാസ് വെരി സിമ്പിൾ. ഞാൻ എൻ്റെ ലാസ്റ്റ് വീട്ടിൽ നിന്ന് എടുക്കുന്ന കാശ് എന്ന് പറയുന്നത് എൻ്റെ ബസ് ജേർണി ബാക്ക് ടു കാലിക്കട്ട. ആ ജേർണിയിൽ ഐ ഹവ് ഡിസൈഡഡ് ഐ എം നോട്ട് ഗോയിങ് ടു ഡിപ്പെൻഡ് ഓൺ മൈ existing infrastructure. I'll build it from the scratch. I have to learn everything from the street and build slowly. എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ പോയിട്ട് ഡീൽ ചെയ്യുള്ളൂ. But I have made it very clear, like, I will be trying on a learning scale വെച്ചിട്ടുണ്ടായിരുന്നു. So I went onto the street
ആദ്യത്തെ വർക്ക് ഡിസൈൻ ചെയ്തു. അത് അവിടെ പോയപ്പം ചെയ്തതൊക്കെ തെറ്റാന്ന് മനസ്സിലായി. സോ ഐ സാറ്റ് വിത്ത് ദ കാർപ്പൻറ്റർ, സാറ്റ് വിത്ത് ദ പെയിൻറ്റർ, സാറ്റ് വിത്ത് ദ മേസൺ, ആൻഡ് ദേ വേ ടെലിങ് മീ ഹൗ ടു ഡൂ ദാറ്റ്. ഓക്കെ, നമ്മൾ എൻ പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷേ ഇത് നമ്മൾ പോയ മെത്തേഡൊന്നും ശരിയല്ല. സോ ഐ ബിക്കേം എഗെയിൻ എ സ്റ്റുഡൻറ്റ്. ആൻഡ് അവർ പറയുന്ന ഇതിലേക്ക്, അവർ പറയുന്ന ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുണ്ടിലേക്ക് മാറിയത്. സോ ദേ ആർ അറ്റ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ്. അല്ലെങ്കിൽ ദേ ഓൾവേസ് കീപ്പ് ഒരു ഡിസ്റ്റൻസ്. സോ ടു ഹാവ് കമ്മ്യൂണിക്കേഷൻ ഐ നീഡ് ടു മോഡിഫൈ മൈസെൽഫ്. മനസ്സിലായില്ലേ? അപ്പം ഒരു അന്നത്തെ ലെവലിൽ ഒരു ഹൈ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലെ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് ഞാൻ ഇവിടുത്തെ ഏറ്റവും ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ സിസ്റ്റത്തിലേക്ക് മാറി. സോ അവരെ അവിടുന്ന് പിക്ക് ചെയ്തു, ലേൺ ചെയ്തു, ഞാൻ അവിടെ അങ്ങോട്ട് കുറേ. സോ ദാറ്റ് വാസ് ഗിവ് ആൻഡ് ടേക്ക്. സോ അവിടുന്ന് അവിടുത്തെ ഒരു ഇലക്ട്രീഷ്യനാണ് എനിക്ക് അടുത്ത വർക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ അയാൾ വേറെ എവിടെയോ പോയിട്ട് പറഞ്ഞു, അവരെന്നെ വിളിച്ചു. അങ്ങനെ വൺ അറ്റ് എ ടൈം. സോ എൻ്റെ കരിയറിൽ നമ്മളൊന്നും പബ്ലിഷ് ചെയ്യാറില്ല. വേർഡ് ഓഫ് മൗത്ത് കിട്ടുന്ന വർക്കേ നമ്മൾ ചെയ്യാറുള്ളൂ. അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ദർ ഈസ് എ കോൺഫിഡൻസ് ബിൽഡിങ് ഇൻ ദ ഗെയിം, അത്രയേ ഉള്ളൂ. അപ്പം വരുന്ന വർക്ക്, ഈവൻ ടുഡേ ഐ ഡോണ്ട് നോ ഹൗ ദ വർക്ക് കംസ് ഇൻ ടു ദിസ് ഓഫീസ്. സോ സംവേ സംബഡി ഈസ് ടോക്കിംഗ് ആൻഡ് ഇറ്റ് ഹാപ്പൻസ്. അല്ലാതെ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത്. നമ്മളൊന്നും ഇതുവരെ വി ആർ നോട്ട് റിയലി പബ്ലിഷ്ഡ് എനിത്തിങ്, വി നെവർ പുട്ട് അവർ ബോർഡ് എനിവെയർ, നത്തിങ്. അപ്പം ഇറ്റ് ഹാപ്പൻസ്. അത്രമാത്രം നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ അതിനെ പുഷ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സാധനം ഇല്ലാന്ന് എനിക്ക് തെളിവുണ്ട്. നമുക്ക് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ ചെയ്യും, അല്ലാതെ നമ്മൾ ചെയ്യില്ല. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ സർ. സോ സർ ഫൈനലി സർ നമ്മളെ ടെക്നോളജീസും ടൂൾസും ഒക്കെ അപ്ഡേറ്റഡ് ആവുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് ആവുന്നുണ്ട്. സോ സർ ഒരു വൺ അഡ്വൈസ് സർ എന്താ കൊടുക്കാനുള്ളത്? മീൻസ് കമ്മിങ് ആർക്കിടെക്ട്സിനായാലും പുതിയൊരു ജനറേഷനായാലും നമുക്ക് എന്താണ് ഒരു അഡ്വൈസ് സാറിന് കൊടുക്കുക? ഒന്ന്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. ദാറ്റ് ഈസ് വൺ ഹോംവർക്ക്, വെദർ ദർ ഈസ് ടെക്നോളജി ഓർ നോട്ട്. ദാറ്റ് ഷുഡ് ഹാപ്പൻ. നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മൾ കൂടുതൽ അതിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ കോർ ആൻഡ് ദെൻ ആഡ് വാല്യൂ ടു ഇറ്റ്. രണ്ടാമത്തത്, യൂസ് ഓൾ ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ടു സ്ട്രെങ്തൻ ദിസ് കോർ. സോ ഇറ്റ്സ് ഒരു ടു വേ ജേണിയാണ്. അവിടെ ഇതും വേണം. നമ്മളന്ന് ചെയ്യുന്ന സമയത്ത് ഓഫീസിൽ കിട്ടുന്ന കംപ്ലീറ്റ് പൈസ ടെക്നോളജിയിലാണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത്. കമ്പ്യൂട്ടർ വാങ്ങുക, പ്രിൻ്റർ, പ്ലോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വാട്ട് എവർ മണി വി വേ പുട്ടിങ് ഇൻ ടു ദാറ്റ് until I reached an age and I pulled out from all this. Office does it, I don't know how they do it, and I am not into it. Now I am into design only. So that is the thing I learned. ഒരു കോളേജിൽ പോയിട്ട് എനിക്ക് ഡിഗ്രി കിട്ടിയത് ഇറ്റ്സ് ഹൗ ടു ഡിസൈൻ. മറ്റേ സാധനങ്ങളൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമായിരുന്നു. ഒരു കാലം വരെ അതൊക്കെ നമ്മൾ ചെയ്യണം, ബിക്കോസ് വി ഡോണ്ട് ഹാവ് മീൻസ് ടു get people. Now when you have the means, you get the right people to do that job, because you are not an expert in it. So you move away to what you know, and that's it. The show goes on. അത്ര മാത്രമേ ഉള്ളൂ.